നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വലിയ ആവേശത്തിലാണ് എല്ലാവരും തന്നെ. വളരെ പ്രശസ്തമായ ദേവരഥ സംഗമത്തിന് സാക്ഷിയാകുവാൻ പോവുകയാണ്. അതിനായി തന്നെ കേരളത്തിൻ്റെ മാത്രമല്ല വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പാലക്കാട്ടുകാർ, കൽപ്പാത്തിക്കാർ അവിടെ എത്തിയിരിക്കുന്നു. പലയിടങ്ങളിൽ നിന്നുമുള്ള മലയാളികൾ ഒന്നടങ്കം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഒരാഴ്ചയായി അവിടെ താമസിച്ച് ക്ഷേത്രത്തിലെ ഓരോ ആചാരങ്ങളിലും ഓരോ ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുത്ത് അവിടെയുള്ളവരുണ്ട്. ഇന്നിപ്പോൾ ആ അവസാന ദിവസം എത്തിയിരിക്കുകയാണ്. തുലാമാസത്തിലെ 30 അന്നാണ് ഈ ദേവരഥ സംഗമം നടക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതീക്ഷയ്ക്കും എല്ലാ സ്വപ്നങ്ങൾക്കും തുടക്കമിട്ട് ഇന്ന് ദേവരഥ സംഗമം. അതിനായി കാത്തു നിന്നവർക്ക് ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. നമ്മുടെ പ്രതിനിധികൾ എല്ലാവരും തന്നെ ആ തിരക്കിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം ഈ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആഘോഷത്തിൻ്റെ ഐതിഹ്യങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിപിൻ സി വിജയനിലേക്കാണ് പോകുന്നത്. വിപിൻ, ഈ പറഞ്ഞറിയിക്കാനാകാത്ത അത്ര മേളം, ആ മേളമാണ് അവിടെ നടക്കുന്നത്. നമ്മളിനി വാക്കുകളിലൂടെ എത്ര വിവരിച്ചാലും ആ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കറിയാം ഒന്നും ആകുന്നില്ല. വിപിനാണെങ്കിൽ രാവിലെ മുതൽ ഓരോരുത്തരോടായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടായിരുന്നു. ഇപ്പോഴെവിടെയാണ് നിൽക്കുന്നത്? ഈ തിരക്കിൽപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടോ? എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് വെറുതെയല്ല, ആ കാഴ്ച തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇത് ഇന്നത്തെ മാത്രമല്ല, കഴിഞ്ഞ ഒരു 3-4 ദിവസമായി അതിരാവിലെ മുതൽ തുടങ്ങുന്ന ജനങ്ങളുടെ ഒരു ഒഴുക്കുണ്ട്. അതിങ്ങനെ വരുന്നു പോകുന്നു. ഇത് രാത്രി ഒരു 12 മണി വരെ അല്ലെങ്കിൽ അത് പുലർച്ചെ വരെ അങ്ങനെ നിർത്താതെയുള്ള ഒരു ജനങ്ങളുടെ ഒരു ഒഴുക്കുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻവശത്താണ്. ഇതിലൂടെ ഇപ്പോൾ ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ ഒരു രഥം കടന്നുപോയി. കൃഷ്ണ വിഗ്രഹമാണ് ഈ തേരിലെ പ്രതിഷ്ഠ. അതിപ്പോൾ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിന്റെ അവിടേക്ക് എത്തി. അവിടെ നിന്നും അനുഗ്രഹം തേടി തിരിച്ച് ഇവിടേക്ക് എത്തുന്നതോടുകൂടിയാണ് ഈ രഥസംഗമത്തിന്റെ ഒരു ഭൂമിയായി മാറുക. ഒപ്പം തന്നെ അല്പസമയത്തിനകം ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെ രഥം കൂടി ഈ വഴി ഇപ്പോൾ കടന്നു. ഗണപതി ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം ഈ ഭാഗത്ത് നിന്ന് അത് ക്ഷേത്രത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ 5 രഥങ്ങളുടെ സംഗമം ഈ ഭാഗത്തുണ്ടാകും. കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം മഹാഗണപതി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്നതോടുകൂടി 6 രഥങ്ങൾ മുഖാമുഖം ദേവനും ദേവതകളും മുഖാമുഖം നിൽക്കുന്നു എന്നുള്ള ഏറ്റവും സുന്ദരമായ കാഴ്ചയിലേക്ക് കൽപ്പാത്തി മാറും. ആ ഒരു കാഴ്ച കാണാനും രഥം വലിക്കുന്നതിനുമായി 10,000-കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പറഞ്ഞതുപോലെ ഈ കൽപ്പാത്തിയോ പാലക്കാടോ കേരളമോ അല്ല, നാനാ ദേശത്തു നിന്നുള്ള ആളുകൾ മറ്റു ദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആളുകളെ കൽപ്പാത്തിയിലെ അഗ്രഹാരത്തെരുവ് ഇപ്പോൾ 10,000-ങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ കാഴ്ചയാണ്, അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. വളരെ അപൂർവമായി കാണാവുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ. അഗ്രഹാരത്തെരുവിൽ അതങ്ങനെ ഭക്തിസാന്ദ്രമായി ആ രഥത്തിന് മുന്നിൽ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രഥത്തിൽ ഒന്ന് തൊടുക, ആ രഥം ഒന്ന് വലിക്കുക, ഇതെല്ലാം തന്നെ അവർക്ക് സ്വപ്ന സാഫല്യമാണ്, അല്ലെങ്കിൽ ആഗ്രഹ പൂർത്തീകരണമാണ്. ഒരുപാട് ചിലരൊക്കെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ അവർ അത് സാധിക്കുകയാണെങ്കിൽ കൽപ്പാത്തിയിൽ പോയി രഥോത്സവത്തിന് രഥത്തിലൊന്ന് തൊടാം, രഥത്തിൻ്റെ രഥം ഒന്ന് വലിക്കും. അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അല്പസമയത്തിനകം തന്നെ നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ 6 രഥങ്ങൾ മുഖാമുഖം നിൽക്കും. അതിലേറ്റവും പ്രധാനം വിശാലാക്ഷി സമേത വിശ്വനാഥൻ, ശിവനും പാർവതിയും ഒരുമിച്ച് ആ വലിയ രഥം, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. അവിടേക്കാണ് മറ്റു രഥങ്ങൾ എത്തുന്നത്. എല്ലാവരും തമ്മിൽ ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ സംഗമം. ശിവനും പാർവതിയും മക്കളെ കാണുന്നു. സുബ്രഹ്മണ്യൻ, വള്ളി സമേതനായ സുബ്രഹ്മണ്യൻ, ഗണപതി, മറ്റൊരു ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെ നിന്നുള്ള ഗണപതിയുണ്ട്, സൂര്യനുണ്ട്. അങ്ങനെ 6 രഥങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സംഗമം ഉണ്ടാകും. വലിയ രഥങ്ങൾ സൂര്യാസ്തമനമായി തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നും വിധം കുറച്ചൊരു ഇരുട്ട് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ 5:30 ആയിട്ടുള്ളൂ. അങ്ങനെ സന്ധ്യയാകാറായിട്ടില്ല. മനോഹരമായ അസ്തമനത്തിനൊപ്പം മനോഹരമായ ദേവരഥ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നമ്മൾ. എസ് വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള സംഗമങ്ങൾ കാണുമ്പോൾ ശരിക്കും ഐതിഹ്യമുണ്ട്, ചരിത്രമുണ്ട്, വിശ്വാസമുണ്ട്, അതുപോലെ വർത്തമാനകാലത്തിൻ്റെ മനോഹരമായൊരു ദൃശ്യം കൂടി ഇവിടെ ഉണ്ട് അല്ലേ? വല്ലാത്തൊരു സമ്മേളനമാണത്. യഥാർത്ഥത്തിൽ ആളുകളുടെ വലിയൊരു കൂടിച്ചേരൽ കൂടിയാണ് ഈ ദേവരഥ സംഗമ ദിവസം കൽപ്പാത്തിയിൽ നടക്കുന്നത്.
അതുവരെയുള്ള എല്ലാ ആഘോഷങ്ങളും ആചാരവും ഒക്കെ അനുഷ്ഠാനവും ക്ഷേത്രത്തിനകത്തും ക്ഷേത്ര മതിൽക്കെട്ടിനകത്തും ഒക്കെ നടക്കുന്നതാണ്. അതിന് പുറത്തേക്ക് ദേവി ദേവന്മാർ പ്രതിഷ്ഠകൾ പുറത്തേക്കിറങ്ങിയാൽ അതിൽ പിന്നീട് ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഒക്കെ ചടങ്ങുകൾക്കപ്പുറത്തേക്ക് അത് ജനങ്ങളുടെ പുരുഷാരത്തിൻ്റെ അവിടുത്തെ നാട്ടുകൂട്ടത്തിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ ഒക്കെ ഉത്സവമായി മാറുന്നതാണ്. നമ്മൾ എല്ലാ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളിലും അത് തൃശ്ശൂർ പൂരമോ അല്ലെങ്കിൽ വെല്ലങ്ങി വേലയോ അത്തരം ആഘോഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് കൽപ്പാത്തിയിലും നടക്കുന്നത്. കൽപ്പാത്തിയിലെ ഈ വാർഷിക ഉത്സവം യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് വരുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ കൽപ്പാത്തിക്കാർ അതിൽ വലിയൊരു വിഭാഗം രാജ്യത്തിനു പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെയായി ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അവരൊക്കെ തിരികെ എത്തുന്നത് ഒരുപക്ഷെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ ഓണവും വിഷുവും അല്ലെങ്കിൽ ക്രിസ്മസും ഒക്കെ ആണെങ്കിൽ അത്തരത്തിൽ കൽപ്പാത്തിക്കാർ മുഴുവൻ ഒരുമിച്ച് അവരവരുടെ അഗ്രഹാരങ്ങളിലേക്ക് എത്തുന്ന ഒരു ആഘോഷമാണ് ഈ ദേവരഥ സംഗമം, തേരുത്സവം. അതിൽ 3 തേരുത്സവം, ഒന്നാം തേര്, 2-ാം തേര്, 3-ാം തേര്. അതിൽ ഉത്സവം കൊടിയേറുന്ന ദിവസം മുതൽ അതിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാകുന്ന നാളെ വരെ ഉള്ള ദിവസങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ട 3 ദിവസങ്ങളിലും പരമാവധി പങ്കെടുക്കാൻ കൽപ്പാത്തിയിലെ ആളുകൾ കൽപ്പാത്തിക്കാർ ശ്രദ്ധിക്കാറുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ കൂട്ടായ്മ, അവരുടെ ഒത്തുചേരലിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് അത് ഏത് വിധേനയും ആ ദിവസം കൽപ്പാത്തിയിലെത്തുക, ആ ദിവസങ്ങളിൽ കൽപ്പാത്തിയിലെത്തുക എന്നത് അവിടെ നിന്ന് ജോലിയൊക്കെ തേടി പുറത്തേക്ക് പോയ മുഴുവൻ ആളുകളുടെയും ഒരു ആഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് പരമാവധി അവരതിന് എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്തവണ അതിലൊരു രാഷ്ട്രീയക്കാരുടെ ഒരു കൗതുകം തന്നെ അതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇത്തവണ കൽപ്പാത്തിക്കാർ മുഴുവൻ വരും, ഈ രഥോത്സവത്തിൽ പങ്കെടുക്കും. അതുകൊണ്ട് വോട്ട് ചെയ്ത ശേഷം അവർ മടങ്ങുമെന്നാണ് കരുതിയിരുന്നത് എല്ലാവരും. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. 13-ന് വോട്ടെടുപ്പ് നടന്നാൽ 1-ാം തേരുത്സവത്തിന് വോട്ട് രേഖപ്പെടുത്തും. ഇപ്പോൾ തേരുത്സവത്തിന് വന്നവർ വോട്ട് കൂടി രേഖപ്പെടുത്തുമെന്ന് കരുതി. പക്ഷേ കൽപ്പാത്തിക്കാരെ സംബന്ധിച്ച് അന്ന് വോട്ട് രേഖപ്പെടുത്താൻ പോകാൻ പറ്റാത്ത തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് അവരത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുത്ത് 20-ലേക്ക് വോട്ടെടുപ്പ് മാറ്റിവെക്കുകയും ചെയ്തു. അപ്പോൾ ഈ തേരുത്സവം കഴിഞ്ഞ് വോട്ട് കൂടി ചെയ്തിട്ട് ഇവരൊക്കെ മടങ്ങൂ എന്നാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ അവർ പോയിട്ട് ഒന്നുകൂടി വരുമെന്ന് കരുതാൻ കഴിയില്ല. അപ്പോൾ അവരുടെ വോട്ടുറപ്പിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഈ കൊടിയേറ്റ് ദിവസം മുതൽ നമ്മൾ ഈ കാണുന്ന എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ ഏതെങ്കിലും ഒരു സമയത്ത് 3 രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ കൽപ്പാത്തിയിൽ നേരിട്ടെത്തി അവരുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുഴുവൻ ആളുകളെയും കൽപ്പാത്തിയിൽ വന്നാൽ കാണാൻ കഴിയുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളും അവിടെ തേര് വലിക്കാൻ വരുന്നത് കണ്ടു. ഇപ്പോൾ ഈ തേരുകളുടെ ഗ്രാമപ്രദക്ഷിണം തുടങ്ങിയിട്ട് 3 ദിവസമായി, 13-ന് തുടങ്ങിയതാണ്. അപ്പോൾ ആ തേരുകൾ ഇങ്ങനെ ഗ്രാമം ചുറ്റി വരികയാണ്. അപ്പോൾ ആ ചുറ്റി വരുമ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാ തേരുകളും തേരുമുട്ടി, ആ സ്ഥലത്തിന് തന്നെ തേരുമുട്ടി എന്നാണ് ആ പോയിന്റിന് തന്നെ പറയുന്നത്. തേരുകൾ മുഴുവൻ കൂട്ടിമുട്ടുന്ന നേരെ കാണുന്ന മുഖാമുഖം കാണുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് തേരുമുട്ടി എന്നറിയപ്പെടുന്നത്. അവിടേക്ക് വരികയാണ്. അപ്പോൾ ഈ വിശാലാക്ഷി സമേത വിശ്വനാഥനെയും ലക്ഷ്മി നാരായണ പെരുമാളെയും ഗണപതി പ്രതിഷ്ഠകളെയും സുബ്രഹ്മണ്യനെയും ഒക്കെ ഒരുമിച്ച് അതത് ഗ്രാമങ്ങളിലെ വിശ്വാസികൾക്ക് നേരിട്ട് കണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ വിശ്വാസികളെ സംബന്ധിച്ച് പറയാനും ആഗ്രഹങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞത് നടപ്പിലായെങ്കിൽ അതിന് നന്ദി പറയാനും ഒക്കെ ഒരു വേദി കൂടി ഈ തേരുമുട്ടിയിൽ ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വിശ്വാസത്തിൻ്റെ ഭാഗം അതിനോട് ഇഴചേർന്ന് കിടക്കുകയും ഒപ്പം അതൊരു കാഴ്ചയുടെ ഉത്സവം കൂടിയാണ്. നമ്മൾ തൃശ്ശൂർ പൂരവും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതൊരു കാഴ്ചയുടെ ഉത്സവം കൂടിയാണ്. ഈ തേരുകൾ എന്നത് മരം കൊണ്ടുണ്ടാക്കിയ വലിയ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ്. ഒരു എഞ്ചിനീയറിംഗ് വണ്ടർ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ അതൊരു വലിയ ഒരു വിസ്മയം തന്നെയാണ്.